14-ാം രാവിന്റെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലെ വിശിഷ്ടാതിഥിയെ കുറിച്ച് നമുക്ക് ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. നമ്മുടെ ഈ 14-ാം രാവിന്റെ ഉദ്ഘാടന എപ്പിസോഡിൽ ഹമീദ് ഷർവാനി വന്നിരുന്നു. ഹമീദ് ഷർവാനി എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് ലോകത്ത് ഏവരും അറിയപ്പെടുന്ന ഒരു നാമമാണ്. ഒരു കാലത്ത് നമ്മുടെ ഒരു മാപ്പിളപ്പാട്ട് ട്രൂപ്പുകളുടെ ഒരു സുവർണകാലം ഉണ്ടായിരുന്നു. വിയൻകുട്ടി മാഷ്, പീർക്ക, മൂസക്ക, KS മുഹമ്മദ് കുട്ടി. ആ ഒരു കാലത്ത് തിളങ്ങി നിന്ന ഒരു ടീമായിരുന്നു, ഒരു ട്രൂപ്പായിരുന്നു ഹമീദ് ഷർവാനിയും സംഘവും. പിന്നീട് ഈ ഗൾഫിലൊക്കെ പോയി വേറെ ഈ ഫീൽഡിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. പക്ഷേ ഹമീദ് ഷർവാനി അറിയാത്തവർ പോലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അറിയാം. മാപ്പിളപ്പാട്ടിൽ ഏറ്റവും എവർഗ്രീൻ സോങ്സ് എന്ന് പറയുന്ന ഒരു 5 പാട്ട് എടുത്താൽ അതിലൊന്നാണ് ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ആ പാട്ട് പാടിയത് ഹമീദ് ഷർവാനിയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ MA റഹീം മൗലവി എഴുതിയ പാട്ടാണത്. അതുപോലെ തന്നെ റഹീം മൗലവി തന്നെ എഴുതിയ ഹമീദ് ഷർവാനി പാടിയ മറ്റൊരു പാട്ടുണ്ട്, സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ 2 സ്നേഹത്തിൻ ഇനകൾ 2 പാറി വന്നു. വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. വട്ടം കറങ്ങുന്ന ഗോളങ്ങൾ വെണ്ണിൽ വെട്ടിത്തിളങ്ങുന്ന താരങ്ങൾ എന്ന മറ്റൊരു ഭക്തിഗാനം. ഇതൊക്കെ ഹമീദ് ഷർവാനിയെ ഇപ്പോഴും മാപ്പിളപ്പാട്ട്, ഇപ്പോൾ എല്ലാ മാപ്പിളപ്പാട്ട് വേദികളിലും പാട്ടുകാരും ലൈവ് പരിപാടിയിലൊക്കെ പാടുന്ന പാട്ടുകളാണ് ഇതൊക്കെ. സൗറന്ന ഗുഹയിൽ പണ്ട് എന്ന ഒരു ഉണ്ടോ സഖി ഒരു കുലമുന്തിരി എന്ന ഒരു CD തന്നെ ഇപ്പോൾ അടുത്തിറക്കിയിട്ട് അതിൽ സൗറന്ന ഗുഹയിൽ പണ്ട് രഹന പാടിയിട്ടുണ്ട്. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി ഷെരീഫ് പാടിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പാട്ടുകളൊക്കെ ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ ഹമീദ് ഷർവാനിയെ പോലുള്ള ഒരാൾ, അവരെ ഈ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തേണ്ടത് ഒരു മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ ഗൗരവമായി കാണുന്ന 14-ാം രാവിൻ്റെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഹമീദ് ഷർവാനിയെ നമ്മളിവിടെ ക്ഷണിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശരിക്കും പഴയ തലമുറ ഒരു എന്താ പറയുക, ജനഹൃദയങ്ങളിൽ അതല്ലെങ്കിൽ നെഞ്ചിലേറ്റിയ ഗാനങ്ങൾ അത് പുതിയ തലമുറ നമ്മുടെ 14-ാം രാവിലൂടെ ഏറ്റുപാടുകയാണ്. ഇപ്പോൾ സാർ ഇനോഗ്രേഷന് വന്നിരുന്നു. നമ്മുടെ 14-ാം രാവിനെ കുറിച്ച് ഈ ഷോയെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? അങ്ങനെ അഭിപ്രായം പറയാനായിട്ടില്ല ഞങ്ങളാരും. എനിക്ക് പറയാനുള്ള ഷാനെ പോലെ കഴിവുള്ള ആൾ, നിർവചിക്കാൻ കഴിയുന്ന വലിയൊരു മഹാനത അവിടെ അയച്ചിരിക്കുന്നു. രഹന നന്നായിട്ട് പാടും. നിങ്ങളിന്ന് ജനങ്ങൾ വേറെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയില്ല നിങ്ങളെപ്പറ്റി. ജനങ്ങൾ നിങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും മീഡിയ 1 എന്നാണ് അതിൻ്റെ പേര്, മീഡിയ 2 അല്ല. അപ്പോൾ അവരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ്, ഇത് നടക്കട്ടെ, എല്ലാ നിലക്കും നല്ല നല്ല ഗാനങ്ങൾ പാടാനുള്ള അവസരം കൊടുക്കണം. ഏതാണ് പറയുന്നത്? ഷർവാനി സാറോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഓരോരുത്തരും പാടുന്നതിൻ്റെ അവരുടേതായ ചില സൗകര്യങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ടാവും, ചില സാഹചര്യങ്ങളും ഉണ്ടാവും. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടോ സഖി ഒരു കുലമുന്തിരി എന്ന പാട്ടിൻ്റെ ഒരു പല്ലവി അനുപല്ലവി പാടിത്തരണം. സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ. സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ.